കുവൈറ്റിലെ ഇറാൻ ആക്രമണം പശ്ചിമേഷ്യയിലെ സമാധാന നീക്കങ്ങൾ വീണ്ടും അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുകയാണ്. ഹോർമുസ് കടലിന് സമീപം ഖഷാം ദ്വീപിലേക്ക് അമേരിക്ക നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്തി. അമേരിക്ക നടത്തിയ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം കുവൈറ്റിനും ബഹ്റൈനുമാണെന്ന് ഇറാൻ ആരോപിച്ചു. കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തിന്റെ നടുക്കത്തിലാണ് ലോകരാജ്യങ്ങൾ. ഇന്ന് രാവിലെ ഹോർമുസ് കടലിടുക്കിനടുത്തുള്ള ഖഷാം ദ്വീപിലേക്ക് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് ഇറാന്റെ പ്രത്യാക്രമണം. അതേസമയം US നടത്തിയ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം കുവൈത്തിനും ബഹ്റൈനുമാണെന്ന് ആരോപിച്ച് ഇറാൻ രംഗത്തെത്തി. US നടത്തിയ ആക്രമണം വെടിനിർത്തൽ ധാരണയുടെ ലംഘനമാണെന്നും ഇറാനെതിരായ സൈനിക നടപടികൾക്ക് കുവൈറ്റിന്റെയും ബഹ്റിന്റെയും പ്രദേശങ്ങൾ US ഉപയോഗിച്ചുവെന്നും ഇറാൻ ആരോപിച്ചു. സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്ന് വ്യക്തമാക്കിയ ഇറാൻ ആക്രമണം നടത്തിയ ഉറവിടത്തിനെതിരെ ഇനിയും ലക്ഷ്യം വയ്ക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനിടെ ഇറാനും അമേരിക്കയും തമ്മിൽ ഉടൻ വെടിനിർത്തൽ എത്തണമെന്ന് ചൈന ആവശ്യപ്പെട്ടു. വീണ്ടും ഒരു യുദ്ധമുണ്ടാകുന്നത് ആർക്കും ഗുണം ചെയ്യില്ലെന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാന ചർച്ചകൾ തുടരണമെന്നുമാണ് ചൈനയുടെ നിലപാട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.